വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ സ്ഥലമായ ആർസിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരു സാധാരണ പാവപ്പെട്ട ഗ്രാമം. ഈ സ്റ്റാച്ചു വിശുദ്ധൻ ആദ്യമായി ആർസിലേക്ക് പോകുമ്പോൾ ആർസിലേക്കുള്ള വഴി ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ആ കുട്ടി വഴി കാണിച്ചു കൊടുക്കുമ്പോൾ വിശുദ്ധൻ പറയുന്ന മറുപടിയാണ്, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നു, നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന്. വിശുദ്ധൻ ജനിക്കുന്നത് ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്താണ് 1786 മെയ് 8 ചെറുപ്പത്തിലെ മാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളോട് പോലും വചനം പങ്കുവെക്കുന്ന ഒരു വിശുദ്ധിയിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു ജോൺ മരിയ വിയാനി. അദ്ദേഹം വീട്ടിൽ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്നാണ് പറയുക. കാരണം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഭൂമിക്കടിയിലെ ഒരു രഹസ്യ സ്ഥലങ്ങളിലാണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ പിതാവിന് ആഗ്രഹമില്ലാഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച സെമിനാരിയിൽ ചേരുകയാണ്. വലിയ പാണ്ഡിത്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സാധാരണ സെമിനാരി വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ വലുപ്പം കണ്ട് അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകുകയാണ്. 1815 അദ്ദേഹം വൈദികനായി. അദ്ദേഹത്തെ ആർസിലേക്കാണ് ബിഷപ്പ് ആദ്യമായി വൈദിക സേവനത്തിന് വേണ്ടി അയക്കുന്നത്. ഒരു സാധാരണ പാവപ്പെട്ട കൃഷിക്കാർ താമസിച്ചിരുന്ന, മറ്റ് വൈദികരൊന്നും പോകാൻ ആഗ്രഹിക്കാതിരുന്ന ഒരു ദേവാലയത്തിലേക്കാണ് അദ്ദേഹത്തെ അയക്കുന്നത്. 3 പ്രാവശ്യം അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് പറയുക. പോകുവാൻ വേണ്ടി രാത്രി അങ്ങനെ ആഗ്രഹിച്ച് പോകുമ്പോൾ ഇടവക ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തുകയും തിരിച്ച് ആർസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുക. പിറ്റേ ദിവസം ബലിയർപ്പിച്ചപ്പോൾ പറഞ്ഞു, ഞാനിന്നൊരു കുട്ടിയെ പോലെ ഒരു തെറ്റ് ചെയ്തു എന്ന് ബലിയർപ്പണത്തിൽ പറഞ്ഞു എന്നാണ് പറയുക. 1859 ഓഗസ്റ്റ് 4 അദ്ദേഹം ഈ ലോകത്തു നിന്നും യാത്രയായി. ആരും പോകാൻ ആഗ്രഹിക്കാതിരുന്ന ആർസിലേക്ക് സംസ്കാരവേളയിൽ ഒരുപാട് ആളുകൾ വന്നു ചേർന്നു. രൂപതയിലെ ബിഷപ്പും എല്ലാ വൈദികരുമടക്കം സംസ്കാര ചടങ്ങുകളിൽ പങ്കുചേർന്നു എന്നാണ് പറയുക. ഇപ്പോഴത്തെ ബസിലിക്ക പിന്നീടുള്ള കാലത്ത് നിർമ്മിച്ചതാണ്. അദ്ദേഹം പോകുന്ന സമയത്ത് വിശുദ്ധ സിക്സ്റ്റസിൻ്റെ പേരിലുള്ള ഒരു ദേവാലയമായിരുന്നു. അതിനോട് ചേർന്ന് മാതാവിൻ്റെ ചെറിയ ചാപ്പലും അവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തിൻ്റെ കരുണ വർഷിക്കുന്ന വിശുദ്ധ കുമ്പസാരം മാത്രം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി 21 മണിക്കൂർ വരെയൊക്കെ കുമ്പസാരക്കൂട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം ഒരു പാവപ്പെട്ട ഒരു വീടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു. എനിക്ക് ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ബലിയർപ്പണത്തിന് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ, കാസയമൊക്കെ ഏറ്റവും വിലപിടിപ്പുള്ളതായിരുന്നു. പാവപ്പെട്ടവനെ പോലെ ജീവിച്ചു, പക്ഷേ ദൈവത്തിന് കൊടുത്തത് ഏറ്റവും വിലയുള്ളതായിരുന്നു. അത് അദ്ദേഹത്തെ നിർബന്ധമായിരുന്നു. അത് ഇന്നും പോകുന്ന വൈദികർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്.